ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാടൻ രുചിമേളം. 2 മാമ്പഴമൊക്കെ എടുത്ത് വെച്ചിട്ടേ മാംഗോ പുഡിങ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണേ. പുഡിങ് അമ്മയും മക്കളും കൂടെ റെഡി ആയിക്കോളും. അമ്മയാണ് എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ച്, അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് കട്ടിങ്ങിൻ്റെ പാതയിലാണ്. തിളപ്പിച്ചാറി 1 കപ്പ് പാല്, ഈ കോൺഫ്ലോറിന് പാല് ചേർത്തൊന്ന് മിക്സാക്കി വെക്കണം. എന്നിട്ട് ഇതാണ് നമ്മൾ മിക്സിയിലിട്ട് മാമ്പഴം അടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ചേർത്ത് ആ മിക്സി ചേർത്താണ് അടിക്കേണ്ടത്. നമ്മുടെ കോൺഫ്ലവറും പാലും കൂടെ മിക്സാക്കി വെച്ചല്ലോ, അത് ചേർത്താണ് മിക്സിയിലിട്ട് അടിക്കേണ്ടത്. ഇത്തിരി പഞ്ചസാര ചേർക്കണം കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആ മിക്സ് നമ്മളൊരു തവയിലിട്ട് അതിനെ ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടെ ചേർത്ത് തിളപ്പിക്കുക. അപ്പോൾ ഇതൊന്ന് കുറുക്കിയെടുക്കണം കുറച്ച്. ആക്ച്വലി ഇവർ എന്നോട് ലോട്ടസിൻ്റെ ബിസ്ക്കറ്റാണ് പറഞ്ഞത്. ഇത് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റായിരുന്നു. ലോട്ടസിൻ്റെ ബിസ്ക്കറ്റ് ഇവിടെ കിട്ടിയില്ല. ലുലു പോയേ കിട്ടുമായിരുന്നു, ലുലുവിലേക്ക് പോയില്ല. അപ്പോൾ അത് പൊടിച്ച് ബിസ്ക്കറ്റിൻ്റെ പൊടിയൊക്കെ ഇട്ട്, അപ്പോൾ ഇത് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യണ പരിപാടിയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ ബിസ്ക്കറ്റിൻ്റെ പൊടി ആദ്യം അതിട്ട്, അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മുടെ ഐസ്ക്രീം, ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം ഇരുന്ന് വെച്ചു. അപ്പോൾ അതൊരു സ്കൂപ്പ് ഇട്ടു. പിന്നെ നമ്മൾ മാമ്പഴം മിക്സാക്കി എടുത്തല്ലോ, അടുപ്പയിൽ റെഡി ആക്കി എടുത്തല്ലോ, അത് തണുപ്പിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നീട് അതിനെ എടുത്ത് ഗ്ലാസ്സിൽ ഇപ്പോൾ അത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പൊടി ഇട്ടു, വീണ്ടും ഐസ്ക്രീം ഇടുന്നു. അപ്പോൾ ഈ സെറ്റിംഗ് എല്ലാം പിള്ളേരുടെ വകയായിരുന്നു. അവർ അതെല്ലാം സെറ്റാക്കി എല്ലാം പുട്ടിന് പീരിയിടുന്ന പോലെ മിക്സാക്കി അതിൻ്റെ മുകളിൽ ഐസ്ക്രീമൊക്കെ വെച്ച് സംഗതി റെഡിയാക്കിയിട്ട് എന്നോട് കഴിച്ചു നോക്കാൻ പറഞ്ഞ്. നമ്മൾ കഴിച്ചു നോക്കി. സംഭവം കൊള്ളാം, കിടുക്കി, അടിപൊളിയായിരുന്നു. ഇപ്പം ഇതൊക്കെ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാണ്ട് എല്ലാവരും മാമ്പഴം കിട്ടുമ്പോൾ ഉണ്ടാക്കി കഴിക്കണേ.